സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പണി പാടുന്ന തോന്നുന്നേ. ഇവിടെന്താ മണത്തറിഞ്ഞു? അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ഇന്ന് നമ്മുടെ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. അസഹിഷ്ണുതയുടെയും ക്ഷമയുടെയും 24 നീണ്ട വർഷം എന്നെ സമ്മതിക്കണം. അയ്യോ, അപ്പൊ ഞാൻ ഈ 24 വർഷം സഹിച്ചതോ? ഞാൻ പഠിക്കുന്ന കാലത്ത് എന്തോരം പിള്ളേരെന്നെ നോക്കിയെന്നറിയാവോ? ഓ, അതിപ്പോ മൃഗശാലയിൽ പോകുമ്പം കണ്ടിട്ടില്ലാത്ത മൃഗങ്ങളെ കാണുമ്പോ എല്ലാരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കത്തില്ലേ? അങ്ങനെ കരുതിയാൽ മതി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന ഇങ്ങനെ ഇരിക്കും. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിയ എന്റെ ജീവിതവും ഇങ്ങനെ തന്നെ ഇരിക്കും. നീ എനിക്ക് മനസ്സമാധാനം തരും. ഓ, ഇപ്പൊ ഞാനാ മനസ്സമാധാനക്കേട്. നല്ലൊരു വിശേഷം പറയാൻ വന്നത് എന്നെ വേണം ആദ്യം അടിക്കാൻ. പോത്ത്, കാട്ടുപോത്ത്. പത്രം വായിക്കാൻ സമ്മതിക്കില്ല. നാളെ എന്താണ് ഒരു ആട്ടവും ഒരു പുഞ്ചിരിയും നാണൊക്കെ? പുതിയ ലൈൻ വല്ല സെറ്റ് ആയാ? എനിക്കെന്റെ ചായ മതി. ചേടാ, ഇപ്പൊ ഇങ്ങനെയായോ? കണ്ട മുട്ടിനിടെയാണല്ലോ. എന്താണ് കാര്യം പറ. അതെ, ഇന്ന് എന്റെ ഇച്ചായന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓഹോ. പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾ ഭയങ്കര അകൽച്ചയിലാണെങ്കിലും ഞങ്ങൾക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമാണ്. കൊള്ളാലോ. അപ്പൊ ഞങ്ങളൊക്കെ ആരായി? മണ്ടന്മാര്. കൊള്ളാം. ഇതെന്താ ഇന്നലെ പറയാഞ്ഞേ? ഇന്നൊരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? അത് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയാന്ന് വെച്ചു. കൊള്ളാം. അത് ഇച്ചായന്റെ അടുത്ത് സർപ്രൈസ് കാണിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഗംഭീര പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യില്ലായിരുന്നോ? അത് നമുക്ക് അടുത്ത വർഷം 25ാമത്തെ 1/4 നൂറ്റാണ്ട് തികയുന്നതിന് ആഘോഷിക്കാം. ആണോ? അപ്പൊ 24 ആയുള്ളൂ. അപ്പൊ ഞാനും ഇവിടെ എന്റെ മൂത്ത് നടച്ചിരിക്കണം എന്നാണ് ആന്റി പറയുന്നത്. ഇനി പായസം വെക്കണം. പിന്നെ എൻ്റെ ഇച്ചായന്റെ ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിലിടണം. എന്നിട്ടൊരു ക്യാപ്ഷനും. എന്താ ക്യാപ്ഷൻ എന്നറിയാവോ? എന്താ? സന്തോഷകരമായ വിവാഹ വാർഷിക മംഗളദിന ആശംസകൾ. മലയാള നിഘണ്ടുവിലെ എല്ലാ വാക്കുകളും ഉണ്ടല്ലോ. ഞാൻ BA മലയാളം. അതുകൊണ്ട് ചേട്ടാ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഏക്കൂല. ന്യൂ ജനറേഷനെ പറ്റിയ ഇത് ക്യാപ്ഷനൊക്കെ ഞാൻ ഇട്ടോളാം. എന്തുവാ? അതൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം. ഇന്ന് ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാവേ. സെറ്റ് വേഗം സെറ്റ് തന്നെ ഒന്ന് എനിക്ക് ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് സെറ്റാക്കി ഇങ്ങോട്ട് അയക്കാൻ ഞാൻ ഇടാം. അതെ, എന്ത് പായസം ഉണ്ടാക്കുന്നേ? സേമിയ. പൊളിക്കും. നീ എന്ത് തേങ്ങയാണ് പറഞ്ഞോണ്ടിരിക്കണേ? ഇവിടെ അതേടെ സിനിമയിലൊക്കെ കയറി കിട്ടുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ മനസ്സിലായിട്ട് കാര്യമുണ്ട്. എടാ, നീ എന്നെ പോലെ ഡിഗ്രി ഒക്കെ എടുത്തല്ലടാ, വല്ല പണിക്ക് പോടാ. ഇവിടെ ജോലിയൊക്കെ ഞാൻ കുറെ അന്വേഷിച്ച് നടന്നാ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ? എല്ലാ ഇന്റർവ്യൂവിന് പോയാലും നമ്മൾ അതിൻ്റെത്തൊന്നും അതൊരു സുഖമല്ല. എടാ, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കുറെ പേര് ഇപ്പൊ വെറുതെ ചുമ്മാ ഓരോ വെൻഡിങ് പണിക്ക് ഞാനൊക്കെ പോവാ ജോലി കിട്ടാഞ്ഞിട്ട്. ഞാനും അതായിരുന്നടാ. ഞാൻ ഈ ബിടെക് മെക്കെടുത്ത സമയത്തെ നല്ല സ്കോപ്പായിരുന്നു. പക്ഷെ സപ്ലൈ അടിച്ച് 7 കൊല്ലം അതും കാണും. അതാണ് ഇപ്പൊ കമ്പിപ്പാരം കൊണ്ട് കക്കാനുള്ള അവസ്ഥ എത്തി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതെന്താടാ? ഞാൻ കൊച്ചി വിടുവോ? കൊച്ചി വിട്ടിട്ട് നീ എവിടം വരെ പോവും? UK. ഞാനൊന്ന് ആലോചിച്ചാ വേണ്ട. അല്ല, ആലോചിച്ചിട്ട് കാര്യമില്ലടാ. നമ്മുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി വേണ്ട. ഇത് കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് വേണ്ട പോവാൻ. അതും ശരിയാ. നമുക്കൊരു ബിസിനസ് വിളിച്ചോളൂ. ബിസിനസ് നല്ലൊരു ആശയമാണ്. നീ ഇത്രയും ഇവിടെ കിടന്ന് പാത്രമൊക്കെ കഴുകി അത്യാവശ്യം കിച്ചൺ കുക്കിംഗ് ഒക്കെ പഠിച്ചല്ലോ. അല്ല, നമുക്കൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് തുടങ്ങിയാലോ? അത് ശരിയാ. അപ്പം ഭാവിയിൽ ഞാൻ തന്നെ പാത്രം കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് നീ പറഞ്ഞു വരുന്നത്. ഏടാ, ഞാനൊരു ബിടെക് ആയതുകൊണ്ട് ഞാൻ മാനേജർ ലെവലിലൊക്കെ പരിപാടികൾ നോക്കാം. നീ കുക്കിങ്ങും അങ്ങനത്തെ ഉള്ള അലഞ്ചല പരിപാടിയൊക്കെ ഹാൻഡിൽ ചെയ്തു. എടാ, ഒരിക്കലും ഞാനിവിടെ ബെൻസ് കാറിൽ വന്ന് ഇറങ്ങും. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേക്കുന്നത്? നല്ല ചൂട്. ഞാൻ തൊട്ട് പോട്ടെ. ശരിയാ, ഇവിടെ ചൂടാ.
നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ നല്ല വിശപ്പുണ്ട്, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാൻ പോകും. ഇത് വെറുതെ വിശന്നിരിക്കണമല്ലോ. ഇതെന്താണ്? എന്ത് ഭംഗിയാ കാണാൻ. വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ ഇച്ചായന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുക. ചേടാ മുത്താണ്. ആന്റിക്ക് എന്തൊക്കെ കഴിവുകളാ. പാട്ട് പാടും, കുക്ക് ചെയ്യും, ഇതുണ്ടാക്കും. ഷോ, ഇതിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇതൊന്നും വലിയ കാര്യമല്ല, മോക്ക് പഠിക്കണം. ആ ആന്റി പഠിപ്പിച്ചു തരും. എനിക്കേ ഇതിന്റെ ഒരു വലിയ സാധനം ഉണ്ടാക്കി തരണേ. എന്തിനാ മോളെ? വെറുതെ ഒരു രസത്തിന്. ഇതിന്റെ ബാഗ് ഉണ്ടാക്കി തരാം ആന്റി. ഉണ്ടാക്കി തരുമോ? അങ്ങനെയാണെങ്കിൽ പൊളിക്കും. മോളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ ഉം. പായസം വെക്കുമ്പോഴേ കിരൺ മോനും ജീവൻ മോനും ഇച്ചിരി കൊടുക്കണ്ടേ? നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പിള്ളേരല്ലേ, പിണക്കമൊക്കെ മാറ്റി വെച്ച് അതുങ്ങൾക്ക് ഇച്ചിരി കൊടുക്കാം. കൊടുത്തോ, പക്ഷെ പിണക്കം മാറ്റി വെക്കാനുള്ള പരിപാടിയൊന്നും നടക്കില്ല. മോക്കല്ലേ പിണക്കമുള്ളൂ, ആന്റിക്ക് അങ്ങനെ പിണക്കമൊന്നും ഇല്ലല്ലോ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇതാണോ കോലമാടന്റെ കുഴപ്പം? അവനെ എല്ലാരും അങ്ങോട്ട് കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. എന്നാലും ഉണ്ടാക്കണ പായസത്തിൽ നിന്ന് ഇച്ചിരി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു മനപ്രയാസം. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നോട് പോയി മോളെ കിരൺ മോനെയും ജീവൻ മോനെയും വിളിച്ചോണ്ട് വാ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ തന്നെ വിളിച്ചോളാം. ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ. ചിരിക്കടി. ഇല്ല, ചിരി വരുന്നില്ല ഇപ്പം. ഓ കൂശിമ്പിപ്പാറും ഇതോടോ ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് മുറുക്കണം. മറ്റേ വെറ്റിലയില് ചുണ്ണാമ്പ് വെക്കുന്നത്. എന്നാ പരിപാടി? ഓ എന്നാ പരിപാടി, ഞങ്ങളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഞങ്ങളൊരു ബിസിനസ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, ജീവിക്കണ്ടേ? അതെ 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 അതെ. നമ്മുടെ വിശേഷം പറഞ്ഞായിരുന്നു പിള്ളേരോട്. കൺഗ്രാറ്റുലേഷൻ. അല്ല ഈ പ്രായത്തിലൊക്കെ അതെ അതെ. ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതല്ല, ഇതേ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ, 24ാമത്തെ. ഹാപ്പി മാരീഡ് ലൈഫ്. അയ്യോ മാരീഡ് ലൈഫ് അല്ല, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അല്ല അതാ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടന്റെ ഒരു ഭാഗ്യം, 24 വർഷമേ. അതെ അതെ. എങ്ങനെ ജീവിക്കണ്ടായോ? അതെ അതെ. അല്ല അപ്പൊ എന്നാ പരിപാടി തന്നെ? അല്ല വല്ല പരിപാടിയല്ലോ, ആഘോഷമോ? കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ ചായ? കണ്ട കൂളകളോടത്തൊക്കെ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. പരിപാടി എന്ന് പറഞ്ഞാ ഒരു ചെറിയ സേമിയ പായസം ഉണ്ടാക്കുന്നു. അല്ല എനിക്കറിയത്തില്ല. അയ്യോ ഇന്ന് ജീവമോൻ ഉണ്ടാക്കണ്ട, ഇന്ന് ആന്റി ഉണ്ടാക്കും. കുടിച്ച് തീർത്ത് തന്നാ മതി. എന്തിനാ ഇവന്മാരൊക്കെ വിളിക്കുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരല്ലാതെ പുറത്തുനിന്ന് നാട്ടുകാരെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? അവന്മാരിവിടെ ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ട് വന്നു, അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇവന്മാർക്ക് പായസം വിളമ്പലല്ല നിന്റെ ജോലി. എന്തോ മനുഷ്യനാ ഈ പിള്ളേർക്ക് ഒരു ഗ്ലാസ് പായസം കൊടുത്തെന്ന് വെച്ച് ഇപ്പൊ ആകാശം ഇടിഞ്ഞു വീഴുവോ? പിന്നെ ഇവന്മാരെ സൽക്കരിച്ചിട്ട് വേണം ഇവിടെ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ. മനുഷ്യന് ചെവിതല തരാതിരിക്കാനായിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ നിന്റെ പണി എടുത്താൽ മതി. അതെ ഞങ്ങൾക്ക് പായസം വേണ്ട. വേണ്ട വേണ്ട. നിങ്ങള് ആനിവേഴ്സറി ആഘോഷിച്ചു. നിങ്ങൾ ആഘോഷിച്ചു, ഞങ്ങൾ എവിടെയെങ്കിലും ഡൈവോഴ്സ് ആവണ്ട. അവർക്ക് വേണ്ടത് കൊടുക്കുന്നില്ല പോരെ? അതാണ് നിനക്ക് നല്ലത്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. അവള് പായസം കുടിപ്പിക്കാൻ നടക്കുക എല്ലാരും. വേണ്ട, ഉള്ളത് മുഴുവൻ കൂടെ നിങ്ങളുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാം. അല്ലേലും അങ്ങനെ ചേച്ചി, ഈ നല്ല ഭാര്യമാർക്കൊന്നും ഊളന്മാരെ കിട്ടത്തുള്ളൂ. എങ്ങനെ സഹിക്കുന്നു? ഓ സഹിക്കാതിരിക്കാൻ പറ്റുമോ കൊച്ചെ? തുണി മാറുന്ന കണക്ക് ഇങ്ങനെ മാറി മാറി എടുക്കാൻ പറ്റുന്ന ആളല്ലല്ലോ ഭർത്താവ് എന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങ് സഹിക്കുക. അത് ശരിയാ. പിന്നെ ചാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടേ അങ്ങേരുടെ മുന്നിൽ വെച്ച് തരാൻ പറ്റത്തില്ലെന്നേ ഉള്ളു. എന്നാലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് ഞാൻ കാണാതെ ഓരോ ഗ്ലാസ് പായസം ഈ ആന്റി കൊടുത്തരും കേട്ടോ. എനിക്ക് എന്റെ മക്കളെ പോലെ നിങ്ങൾ, അതുകൊണ്ട് ഞാൻ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് തരാതിരിക്കത്തില്ല. ഞങ്ങൾക്കറിയാം സ്നേഹമുള്ള ആന്റിയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഓരോ ഗ്ലാസ് പായസം പ്രതീക്ഷിച്ചോ, ആന്റി തരുവേ. ആയിക്കോട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പൊ ഒരു ഗ്ലാസ് പായസം, ഒരു ഗ്ലാസ് തരത്തുള്ളൂ. പോടാ. എന്നാ അവളെങ്ങനെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ അവസ്ഥ ഈ നരകം കണ്ടിട്ട് കാണേണ്ടി വരത്തില്ല. എന്നാ മുട്ടത്തോടെ എന്റെ കൈ കിട്ടിയാണല്ലോ. ശരിയാ, ദുരന്തമായിരിക്കും. നീ എങ്ങാനും അവളുണ്ടാക്കുന്ന പായസം കുടിച്ചത് ഞാൻ അറിഞ്ഞ നിന്റെയൊക്കെ കുടലിന്റെ മേലെ തല ഉണ്ടാവത്തില്ല. നിനക്ക് പണിയൊന്നുമില്ലടാ, പോയി പാത്രം കിട്ടടാ. ഞാൻ പോവുക.
നിനക്ക് പണിയൊന്നും ഇല്ലടാ. ഉണ്ട്. തുണി അലക്കാനുണ്ട്. എന്നാ പോടാ. പോവാ. അയ്യോ. ആ. ഈ വർക്ക് വയലന്റ് ആയ ആള് പെറുക്കിയ